ആരാ അത്? ആരാന്ന്? ആരാടാ പന്തടിച്ചേ? ആളുകളുടെ മേത്ത് പന്തടിച്ച ആരാന്നാ ചോദിച്ചേ? സോമശേഖരൻ സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ കയറുമ്പോ പായുംപുലി എന്ന് വിളിപ്പേരുള്ള ഫോർവേഡ് കളിക്കാരൻ. പിന്നെ പോലീസ് ടീമിന് വേണ്ടിയുള്ള നിരവധി കളികള്. കളിച്ച കളികളെല്ലാം വിജയങ്ങൾ. അങ്ങനെ റെക്കോർഡുകളെല്ലാം ചാക്കിക്കെട്ടി കയ്യിലിരിപ്പ് കൊണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫറിനൊടുവിൽ വന്നു വീണതോ ശ്രീപത്മനാഭന്റെ മണ്ണിൽ. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. വാഴ്ത്തപ്പെടാൻ യോഗമുള്ളവനെ വാനോളം അങ്ങ് വാഴ്ത്തും. അതേസമയം കുതുകാലുവെട്ടും കരിഞ്ചന്തപ്പണിയുമായി വരുന്നവനെ ഉടലോടെ ഈ മണ്ണിലങ്ങ് ചവിട്ടി താഴ്ത്തും. ഒരു തെറ്റും ചെയ്യാത്ത മഹാബലിയെ വരെ ചവിട്ടി താഴ്ത്തി. പിന്നല്ലേ തെറ്റുകളുടെ കൂമ്പാരമായ സോമശേഖരൻ. എന്താണ് അതിന്റെ ഉദ്ദേശം? അന്ന് കിട്ടിയതുകൊണ്ടൊന്നും മതിയായില്ല എനിക്ക്. എന്താന്നറിയില്ല കുറ്റിക്കാടാ, ഈ തോമാച്ചായനെ ഇപ്പൊ എന്ത് കിട്ടിയാലും മതിയാവില്ലെന്നൊരു തോന്നല. മാത്രമല്ല, അന്ന് താൻ തന്നത് പലതും തിരിച്ചു തരാൻ വേണ്ടി എന്റെ ഉള്ളം കൈ അങ്ങ് തുടിക്കുക. എന്ത് കിട്ടിയാലും അതിന്റെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കണമെന്ന് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്തവർ ചൊല്ലുന്നത് ഈ നെല്ലിക്ക പോലാണല്ലോ, ആദ്യം ഒന്ന് കഴിക്കും പിന്നെ അങ്ങ് മധുരിക്കും. അപ്പൊ പിന്നെ ഞാൻ എന്റെ അച്ഛന്റെ വാക്കങ്ങ് ശിരസാ വഹിക്കാൻ വന്നതാ. മുടിയനായ പുത്രനല്ലല്ലോ, അനുസരണയുള്ള പുത്രനല്ലേ. അപ്പോ കുറ്റിക്കാടനൊന്ന് സഹകരിക്കുക. അപ്പൊ മോൻ കളി പഠിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ശരി, ഞാൻ പഠിപ്പിക്കാം. എവിടെ നിന്നാടാ അപ്പൊ തുടങ്ങണ്ടേ? കുറ്റിക്കാടൻ ഇപ്പോ യൂണിഫോമും ഇല്ല, തൊപ്പിയും ഇല്ല. അപ്പൊ പിന്നെ ഈ തോമാച്ചായൻ യൂണിഫോം ഇട്ട പോലീസുകാരനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തുടങ്ങാം. ഇനി ഒരാളെയും താൻ ലോക്കപ്പിലിട്ട് പെരുമാറില്ല. അതിനുള്ള മരുന്ന് ഞാൻ ദാ ഇപ്പൊ ഇവിടെ വെച്ച് തരും. നിനക്ക് സ്പടിയം കളിക്കണം അല്ലടാ?